താമരശ്ശേരി ചുരം ബദൽപാത നിർമ്മാണത്തിന് വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു. സിപിഐഎമ്മിലെ ഒ.ആർ. കേളുവിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ചുരം പാതയ്ക്ക് ബദലായി LDF സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആനക്കാമ്പുയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത. തുരങ്കപാത നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വർഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് നിലവിലുള്ള ചുരം റോഡിൻ്റെ വികസനമാണ്. ചുരം റോഡിൽ 6, 7, 8 വളവുകൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നവീകരിക്കുന്നത് 40 കോടി 70 ലക്ഷം രൂപയുടെ പദ്ധതി പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് സർ. ഇതിൻ്റെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി വരികയാണ്. ദേശീയപാത വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ചുരം ഒഴികെയുള്ള ഭാഗം 4 വരിയായി വികസിപ്പിക്കുവാനുള്ള പദ്ധതി നിർദ്ദേശവും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. 2 ബദൽ പാത